ശ്രീരാമൻ്റെ ചിത്രമുള്ള നോട്ടുകൾ, കറൻസികൾ, ഒപ്പം തന്നെ നമ്മളുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും പുതിയ മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ്, ഇല്ലെങ്കിൽ അവർ വരും കാലങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഇതല്ല, ഇങ്ങനെ ഒരു നഗരം നമ്മുടെ ലോകത്തുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ശ്രീരാമൻ്റെ ചിത്രം ആലേഖനം ചെയ്ത റാം എന്ന് പറയുന്ന കറൻസിയാണ്. ഒപ്പം തന്നെ അവിടുത്തെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വേദങ്ങൾ അനുസൃതമായിട്ട് രൂപകൽപ്പന ചെയ്ത കെട്ടിടങ്ങളാണ്. ഏതായാലും അവിടുത്തെ ജീവിതം പോലും അത്തരത്തിലാണ് അവിടുത്തെ ജനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ യോഗ, ഒരു ദിവസം 2 നേരം യോഗ ചെയ്യണമെന്നുള്ളതും ഈ നഗരത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഈ നഗരം എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലല്ല, പകരം അമേരിക്കയിലാണ്. അമേരിക്കയിലെ അയോവയിലെ ജെഫേഴ്സൺ കൗണ്ടിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരത്തിൻ്റെ പേര് മഹർഷി വേദിക് സിറ്റി എന്നാണ്. ഈ നഗരം സ്ഥാപിച്ചിരിക്കുന്ന മഹേഷ് യോഗിയാണ് ഈ നഗരം സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ നാണയം, കറൻസി റാം എന്ന് പറയുമ്പോൾ പലരും കരുതും അത് വെറുതെ അച്ചടിക്കുന്ന നോട്ടാണ്, വലിയ വിലയൊന്നുമില്ലാന്ന്. പക്ഷേ വിലയുണ്ട്. ഒരു റാമിന് 10 യൂറോ ആണ് അതിന് ഈക്വലായിട്ടുള്ളത്. ഒപ്പം തന്നെ അമേരിക്കൻ ഡോളറാണെങ്കിൽ $10 ഒരു റാമിൻ്റെ വില. അതായത് വേൾഡ് പീസ് ബോണ്ട് എന്നാണ് ഈ കറൻസിയെ വിളിക്കുന്നത്. അതായത് ലോക സമാധാനത്തിനും ദാരിദ്ര്യത്തിനുമെതിരെ പോരാടുന്നതിൻ്റെ ഒരു ഫണ്ട് ശേഖരണാർത്ഥമുള്ള രീതിയിലാണ് ഈ കറൻസി പുറത്തിറക്കിയിരിക്കുന്നത്. വേൾഡ് പീസ് ബോണ്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏതായാലും ഇവിടുത്തെ ഒരു രീതി ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ സന്തോഷം പകരുന്നതായിരിക്കും. കാരണം ശ്രീരാമൻ്റെ ചിത്രമടങ്ങിയ കറൻസിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സംസ്കൃതമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ. അവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം നമ്മുടെ വേദങ്ങൾ അനുശാസിക്കുന്ന രൂപകൽപ്പനയാണ് നൽകിയിരിക്കുന്നത്. യോഗ അവിടെ മുറ പോലെ നടക്കുന്നു. അതായത് സനാതന മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങകലെ അമേരിക്കയിൽ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭാവിയിൽ അത് ഹിന്ദുത്വത്തിൻ്റെ കരുത്തായി, ഇല്ലെങ്കിൽ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സംസ്കാരത്തിൻ്റെ ആളിപ്പടരുന്ന അഗ്നിയുടെ ഒരു സ്ഫുരണമായി നമുക്കങ്ങ് അമേരിക്കയിൽ അത് കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.